ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ. എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടി കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹെൽത്തി പാലക് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് പാസ്ത എടുക്കുന്നുണ്ട്. ഈ പാസ്ത നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഒരു തവണ വാഷ് ചെയ്താൽ മതിയാവും. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം. പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരല്പം വലിയ പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം അതും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാസ്തയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഒരു സ്പൈറൽ ഷേപ്പിലുള്ള പാസ്തയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പിലുള്ള പാസ്തയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. അങ്ങനെ വെന്ത് വരുന്നത് വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളുടെ പാസ്ത വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പാലക്കൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു കൈപ്പിടി നിറയെ പാലക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം അതിനേക്കാൾ കുറവ്, പാലക്കിനേക്കാൾ കുറവ്, അതായത് ഒരു അര കൈപ്പിടിയൊക്കെ മതിയാവും മല്ലിയിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇതുപോലെ അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ് കേട്ടോ. അതും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിനി 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതങ്ങ് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനോടൊപ്പം ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളുടെ പാസ്ത ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, കണ്ടോ, കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു സ്റ്റെയിനറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ആ സ്റ്റെയിനറിലേക്ക് നമുക്കൊരല്പം പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കുവേ. ഇനി നമുക്ക് പാസ്ത തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതായത് ഓൾ പർപ്പസ് ഫ്ലോർ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഈ ബട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിലേക്ക് വരും കേട്ടോ. നല്ലൊരു ക്രീമി സ്ട്രക്ചറായിട്ട് ഇതിന് കിട്ടും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ആ ഫ്രഷ് മിൽക്കും കൂടെ ചേർത്ത് കൈയെടുക്കാതെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഫ്രഷ് മിൽക്കൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാലക്കൊക്കെ ഉണ്ടല്ലോ, പാലക്ക് ഇതിലേക്ക് അരച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത പാലക്കിൻ്റെ മിക്സും അതുപോലെ ഫ്രഷ് മിൽക്കും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പാസ്ത ഉപ്പിട്ടിട്ടാണ് വേവിച്ചതെങ്കിലും ഇതിലേക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഈ ഗ്രേവി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നോക്കൂ, നമ്മുടെ പാസ്ത ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ പാസ്ത ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി അടുത്ത് ചേർക്കുന്നത് ചീസാണ്. അപ്പോൾ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതല്ല, ചെഡാർ ചീസാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് ചെഡാർ ചീസാണ് കേട്ടോ. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ സമയത്ത് ഏകദേശം ഒരു 50 ഗ്രാമോളം ചീസ് ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ ഇതിലേക്ക് ചെഡാർ ചീസാണ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. ഏകദേശം ഒരു 50 ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം കുരുമുളക്
കുരുമുളക്, അതായത് പെപ്പർ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതല്ല അത് ടേസ്റ്റ് അത്ര ഇഷ്ടമാവുന്നില്ലെങ്കിൽ നിങ്ങളത് ചേർക്കണം എന്നില്ല, സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഒറിഗാനോ കൂടെ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്, പക്ഷേ അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഒറിഗാനോ ചേർക്കുമ്പോൾ, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇനി എഗ്ഗ് കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ ചിക്കനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് എഗ്ഗ് ഇങ്ങനെ നമ്മൾ കൊത്തിപ്പൊരിച്ചൊക്കെ എടുക്കില്ല, അതുപോലെ ചെയ്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള പാലക് പാസ്ത ഞാനിവിടെ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല പെർഫെക്റ്റ് സ്ട്രക്ചറോടും കളറോടും ഒക്കെ കൂടി നല്ല അടിപൊളി പാസ്ത നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുഞ്ഞ് ഡെക്കറേഷന് വേണ്ടി ഒരല്പം ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോ ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഹെൽത്തിയും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ള പാസ്ത ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.